പക്ഷെ എനിക്ക് പറയാനുള്ള അദ്ദേഹത്തിന് നല്ലൊരു ഓഫീസ് MLA ഹോസ്റ്റൽ അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴിയിൽ 31-32 റൂമിൽ 2 റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ട് മാറി ഈ പ്രശ്നം പരിഹരിക്കുന്നുള്ളതാണ്. ശ്രീലേഖ മാഡമാണോ വേറെ ആണെന്നൊരു വിഷയമല്ല. കൗൺസിലേഴ്സിന് ഇരിക്കാൻ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സ്ഥലം വേണം. ഇപ്പോൾ എനിക്ക് കവടിയാർ വാർഡിലുള്ള വിവേകാനന്ദ പാർക്കിലുള്ള ഓഫീസ് വളരെ പരിമിതിയുള്ള ഓഫീസാണ്. എന്നാൽ അവിടെ നമ്മൾ മാറിയിരിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു പരിമിതമായിട്ടുള്ള സ്ഥലത്തിൽ കൗൺസിലേഴ്സ്, അത് CPM BJP എന്നില്ല, കൗൺസിലേഴ്സിനുള്ള ഓഫീസ് കൗൺസിലേഴ്സ് കൊടുക്കാനുള്ള നിലപാടെടുക്കണം. അതിന് ഈ കോർപ്പറേഷൻ പക്ഷേ ഇനിയിപ്പം ആ നഗരസഭയായിട്ടുള്ള കോൺട്രാക്ട് കഴിഞ്ഞ് മാറാൻ പറഞ്ഞാൽ അത്രയും നല്ലത്. പക്ഷേ ശ്രീ വി കെ പ്രശാന്ത് ആയിരുന്നെങ്കിൽ ഇതിന് പോകാതെ നേരത്തെ തന്നെ ആ 31-32 എന്നുള്ള MLA ഹോസ്റ്റലിലെ മുറി ഇരുന്നേനെ. അവർ പറയുന്നൊരു ഭാഗം MLA ഹോസ്റ്റലിൽ വന്ന ആൾക്കാർ കാണാൻ പറ്റുന്നത് അതൊക്കെ തട്ടിപ്പാണ്. MLA ഹോസ്റ്റൽ ശ്രീ ആന്റണി രാജുവിൻ്റെ ഓഫീസ് MLA ഹോസ്റ്റലിലാണല്ലോ, ശ്രീ K മുരളീധരൻ MLA ഹോസ്റ്റലിൽ പ്രവർത്തിച്ചാണല്ലോ. ഞാൻ MLA ആകുമ്പോൾ MLA ഹോസ്റ്റലിലും ആര്യനാടത്തെ ഓഫീസിലും വാടക കൊടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ MLA ഹോസ്റ്റലിൽ വരുന്ന ആളുകളെ ആരും തടയാൻ പോകുന്നില്ല. വട്ടിയൂർക്കാവിൻ്റെ ഹൃദയഭാഗത്താണ് ഈ പട്ടം, കുന്നുകുഴി, കേശവാസുരം, നാലാഞ്ചിറ, നന്തങ്കോട് തുടങ്ങിയ ഭാഗങ്ങളിലെ ആളുകൾക്ക് പോകാൻ MLA ഹോസ്റ്റൽ എളുപ്പം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ശാസ്ത്രമംഗലത്തെ ഓഫീസിൽ എത്തുന്നത് ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ വേണം. പക്ഷേ 800 രൂപയ്ക്ക് എടുക്കുന്നത് ശരിയല്ല. 15,000 രൂപ 20,000 രൂപ ശാസ്ത്രമംഗലം, വെള്ളയമ്പലം, കവടിയാറിലെ കമേഴ്ഷ്യൽ റേറ്റ് വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ 800 രൂപയ്ക്ക് ഓഫീസ് എടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല.